അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കൊണ്ടുവന്നാണ് വണ്ടി എന്ന് പറഞ്ഞത് ഒരു പുതിയൊരു വണ്ടിയാണ്. നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മുടെ ഷോപ്പിലേക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിലെ ഇന്റീരിയലും അതേപോലെ തന്നെ എക്സ്റ്റീരിയറും ഫുള്ള് വർക്കുകൾ കാര്യങ്ങൾ നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വന്ന കണ്ടീഷനിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മുടെ അടുത്തൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മുടെ അവിടേക്ക് ഇന്റീരിയലും അതേപോലെ തന്നെ എക്സ്റ്റീരിയറും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മഹാരാഷ്ട്രയ്ക്ക് കുറച്ച് വണ്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കെയർ ഓഫും അതേപോലെ തന്നെ ആ പുള്ളി വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നമ്മുടെ അടുത്ത് എൻക്വയറി നടത്താനായിട്ട് വന്നായിരുന്നു. അത് വന്നതിന് ശേഷം വണ്ടി ഇപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ഇന്ന് കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് എല്ലാം പക്ക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷമാണ് അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയത്. പണ്ട് വണ്ടി കൊടുത്തു വിടാന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർമാർ വന്ന് വണ്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവരും പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫുൾ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസിൽ കാണാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഏകദേശം 90% വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞതിൻ്റെ നമ്മുടെ മുമ്പ് ആഫ്റ്റർ അതായത് ബിഫോർ വന്നാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ഇട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടിനകത്ത് മെയിനായിട്ട് ചെയ്താണ് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ടി വന്ന സമയത്ത് നോൺ AC ആയിരുന്നു. അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കമ്പനി വന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെയായിരുന്നു നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ പാർട്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ AC വർക്കിനാണ് ഫസ്റ്റ് തന്നെ വിട്ടത്. AC വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. AC വർക്ക് വന്ന ശേഷം നമ്മൾ ഇൻറ്റീരിയലും അതേപോലെ തന്നെ എക്സ്റ്റീരിയറും ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ വരുത്തിയാണ് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാലിയർ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് മോഡൽ കാലിയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ടോപ്പ് ലൈറ്റ് നിയോൺ വിത്ത് പിക്സൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ടോപ്പ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സൺസൈഡ് കൊടുത്തിട്ടുണ്ട്. സൺസൈഡ് വേണമെന്നുണ്ടെങ്കിലും UFO ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കും കൂടി ഇനി ബാലൻസ് ഉണ്ട്. സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നെയിം ബോർഡും കൂടി ചെയ്യും. അതേപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് U ഷേപ്പ് നമ്മൾ ബൗൺസിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കമ്പനി വരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു റഫ് ഫിനിഷിങ്ങിലായിരിക്കും നമുക്ക് വണ്ടി കിട്ടുക. അപ്പോൾ അത് നല്ല മിറർ ഫിനിഷിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലേക്കായിട്ട് ബോണറ്റുമ്മയ്ക്ക് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ബോണറ്റ് മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ
തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് കവള് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കവള് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു BS6 വണ്ടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബോണറ്റിന് ഇത്തിരി ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഹെഡ്ലൈറ്റ് കവള് കൊടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഗ്രില്ലാണ് ഡയമണ്ട് ടൈപ്പ് ഗ്രില്ല്. അതും നമ്മൾ ഇതിനകത്ത് അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബമ്പർക്ക് സ്കേട്ടിങ്ങും അതിന്മേ അഡീഷണലായിട്ട് 2 ബമ്പർ ഫോഗ്, അതേപോലെ തന്നെ 2 എക്സ്ട്രാ ഫോഗ്. ബമ്പർ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ബമ്പർ ഫോഗ് ഹെവി, അതായത് 4 LED DRL ടൈപ്പാണ് വരുന്നത്. അതേമാതിരി തന്നെ എക്സ്ട്രാ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല LED ആണ്. അത്യാവശ്യം ഫ്രണ്ട് ഏരിയ നല്ല രീതിയിൽ വെളിച്ചം കാര്യങ്ങൾ കിട്ടും. കാരണം വെച്ചാൽ കമ്പനി ഹെഡ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതിന് പകരത്തിലാണ് നമ്മൾ ഈ 2 അഡീഷണൽ ആയിട്ടുള്ള ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ സ്കേട്ടിങ് കയറ്റിയിട്ടുണ്ട്. അതായത് ഫുൾ സ്കേട്ടിങ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരുപാടധികം വണ്ടികളിൽ കയറ്റണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഫ്രണ്ടിൽ ബമ്പറിന് മാത്രം സ്കേട്ടിങ് കയറ്റിയിട്ട് അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുമ്പോൾ തന്നെ നമ്മുടെ റബ്ബറും ക്രോമും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടി ഫുൾ സ്കേട്ടിങ് കാര്യങ്ങളുള്ള ഫുൾ ലോഡ് വണ്ടിയായിട്ട് തോന്നും. സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഭാഗത്തിൽ വരുത്തിയാണ് മാറ്റണമെന്ന് പറഞ്ഞാൽ കേലിയർ ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ റെയിൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ക്ലാസിക് ലുക്ക് ആണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്തിട്ട് ഐവറി ടൈപ്പ് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുമ്പോൾ രണ്ട് ബോഡി ലൈറ്റാണ് ഒരു സൈഡിലുണ്ടാവുക. ഇതിനകത്ത് നമ്മൾ 3 ബോഡി ലൈറ്റ് അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് ബമ്പറിൻ്റെ മാച്ച് ചെയ്തിട്ട് തന്നെ 2 ഫുഡ് സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും തരം കൈക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് ഫ്ലാപ്പാണ്. ഫ്ലാപ്പ് കൊടുത്തു. അതുമേ അഡീഷണലായിട്ട് സ്റ്റീലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ BS6 മിററുമയാണെന്നുണ്ടെങ്കിലും മിറർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിനകത്ത് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ചെറിയ മുടക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ടൈപ്പ് വീൽ കപ്പ് കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ട് കമ്പനി വരുന്ന സമയത്ത് കമ്പനി സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പെയിൻറ്റിങ് ഫിനിഷിങ് ഒരു ചെറിയൊരു റഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല ഗ്ലോസി ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് നമുക്ക് ബിഫോറും ആഫ്റ്ററും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അതും കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് നമ്മൾ സൈഡിലേക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ. ഇനി അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ മെയിനായിട്ട് കേലിയർമാണെന്നുണ്ടെങ്കിൽ 3 ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും സെൻട്രലിലെ ലൈറ്റിന് ചെറിയ ബീഡിങ് കാര്യങ്ങൾ കൊടുത്ത് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആ രീതിയിലും അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ SS ടൈപ്പ് ലാഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിന് കവറും അതേപോലെ തന്നെ സ്റ്റെപ്പിന് സ്റ്റാൻഡും നമ്മൾ അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കോർണറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലേക്കും അതിൻ്റെ തൊട്ട് താഴേക്കായിട്ട് സ്റ്റീലിൻ്റെ പൈപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കാണ് നമ്മൾ ബാക്കിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മെയിനായിട്ട് ഈ ഒരു വണ്ടി സിമ്പിളായിരിക്കും. കാരണം വൈറ്റും അതേപോലെ തന്നെ ഐവറി കർട്ടനായ കാരണം കൊണ്ട് സിമ്പിളായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഉണ്ടാവുക. ഇനി ഇതൊരു ഹമ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ള മാറ്റം നല്ല രീതിയിൽ തന്നെ കാണിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതേമാതിരി റിക്കവറി പാഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഓവറോൾ ഔട്ട് സൈഡ് വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻസൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു വണ്ടിനകത്ത് ഒരുപാടധികം മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിമേ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടണം. ഇത് പുതിയൊരു വണ്ടിയായിരുന്നു. അപ്പോൾ പുതിയൊരു വണ്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാമല്ലോ, നോൺ AC വണ്ടിയായിരുന്നു. ഇത് അതർ സ്റ്റേറ്റ് വണ്ടി ആയതുകൊണ്ട് സീറ്റ് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നോക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡാഷ് ബോർഡ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഡാഷ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പ്രീമിയം രീതിയിൽ തന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴേക്കായിട്ട് നമ്മുടെ ബോണറ്റ് വരുമ്പോൾ ബോണറ്റും
നമ്മൾ സീറ്റിനോട് മാച്ച് ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ തന്നെ റെക്സിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 സൈഡിലേക്ക് പോസ്റ്റുമിക്ക് നമുക്ക് ബൗൺസിങ് ബോളും കൊടുക്കാം. അതേപോലെ പൈപ്പുകൾ അതേമാതിരി വയറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ കൂടെ പില്ലർ പോസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിപ്പം കൂടിയത്, അതായത് ട്രാവലറിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വെക്കാൻ പറ്റിയ ഏറ്റവും വലിപ്പമുള്ള 32 ഇഞ്ചിന്റെ TV ക്യാബിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും ആൻഡ്രോയിഡ് ടൈപ്പ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നെയിം ബോർഡ് കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യാനായിട്ട് ഇനി ബാലൻസ് ഉണ്ട്. അതും കൂടി നമ്മൾ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാനായിട്ട് ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ്. അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതേമാതിരി ഡോർ പാഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ടൈപ്പ് ഡോർ പാഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് വണ്ടികളായി നമ്മൾ പ്ലെയിൻ ടൈപ്പ് റെക്സിന് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ ഈ ഒരു വണ്ടിയിലേക്കുള്ള ഒരു വെറൈറ്റി ആയിട്ട് ചെയ്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് കട്ടില് റെക്സിന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC ആണെന്നുണ്ടെങ്കിൽ ജിങ്കിര് AC കാരണം കൊണ്ട് 2 ബെർത്തിങ് ഡക്റ്റിംഗ് ടൈപ്പ് ബെർത്ത് കാര്യങ്ങൾ കൊടുത്തു. ടോപ്പിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ പിക്സൽ ടൈപ്പ് ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെർത്തിലേക്കും ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബെർത്തിലേക്കും അതേമാതിരി നമ്മൾ പിക്സൽ കാര്യങ്ങൾ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ബെർത്തിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാഷിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡക്റ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് സെപ്പറേറ്റ് ഓരോ സീറ്റിന് സെപ്പറേറ്റ് ആയിട്ട് AC വെന്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് കൂളിങ്ങിന്റെ ബേസിൽ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ കോംപ്രമൈസ് കാര്യങ്ങൾ ഇല്ലാത്ത കണ്ടീഷനിലാണ് ചെയ്തതാണ്. അതേപോലെ തന്നെ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സീറ്റിനും സെപ്പറേറ്റ് സീറ്റ് ബെൽറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ സീറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സൈഡ് പാഡ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പാഡ് നോർമൽ പാഡും തന്നെ വുഡും അതേമാതിരി തന്നെ LED കാര്യങ്ങളൊക്കെ കൊടുത്ത് സെപ്പറേറ്റ് ഓരോ സീറ്റിന് സെപ്പറേറ്റ് ചാർജറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വണ്ടിനകത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കയറുന്ന ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം രീതിയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്കുള്ള ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ചിട്ട് നമ്മൾ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ ഈ ഒരു വണ്ടിയിൽ സ്പെഷ്യലായിട്ട് ചെയ്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് സബ് ഊഫർ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ലേസർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് 3 ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയൽ വയറിങ് അതേമാതിരി സൗണ്ടിന്റെ വയറിങ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തതാണ്. അതിന് സെപ്പറേറ്റ് റിലേ ആണെങ്കിലും അതേമാതിരി സെപ്പറേറ്റ് ഫ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇന്റീരിയലത്തെ വയറിങ്ങിന് സെക്ഷൻ ആയിട്ട് ഫ്യൂസുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമ്പനി വയറിങ് കട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് ആൾട്ടർനേറ്ററിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിയിലെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് വേറെ വാറണ്ടിക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നല്ല രീതിയിൽ ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്റീരിയലും അതേമാതിരി എക്സ്റ്റീരിയറും ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 25 days ആണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ ആ നല്ല ക്വാളിറ്റി തന്നെ തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ അടുത്ത് തന്നെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടി നമുക്ക് വർക്കിന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പൊ അവരുടെ തന്നെ അടുത്തൊരു വണ്ടി കൂടിയും നമുക്ക് വർക്കിന് വന്നിട്ടുണ്ട്. ഇതും ഒരു അർബാനിയും കൂടിയിട്ടാണ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അർബാനിയുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ചെറിയ രീതിയിൽ വർക്കുകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതും ഇതും കൂടിയിട്ട് രണ്ടും ഒരുമിച്ച് ഡെലിവറി കൊടുക്കാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇന്നുവരെ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഇപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമുകൾ കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇനി അപ്പോൾ അവർ വരണേൻ്റെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് രണ്ടും കൂടി ഡെലിവറി കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടിനകത്ത് ഇന്റീരിയൽ ചെയ്താണ് മാറ്റങ്ങൾ. അതേമാതിരി തന്നെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്പീക്കർ, ഒരു സബ്, ഒരു ആംബ്, ഒരു സ്റ്റീരിയോ അത്രയാണ് കൊടുത്താണ്. നോർമല് അത്യാവശ്യം നല്ല വർക്കിംഗ് ഉള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പൈനിയറിന്റെയും JBL ആയിട്ടാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വയറിങ് കാര്യങ്ങളൊക്കെ നല്ല ഹെവി ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് സ്പീക്കർ വയർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഓരോന്നിനും ഓരോ രീതിയിലുള്ള വയറിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഇപ്പൊ സ്പീക്കറിനാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ടൈപ്പ് വയറിങ്ങും അതേമാതിരി സബിനാണെങ്കിൽ സെപ്പറേറ്റ് ടൈപ്പ് വയറിങ് കിറ്റ് അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ട് കിറ്റ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തതാണ്. ഏത് വയറിങ് ആണെങ്കിലും നല്ല നീറ്റായിട്ട് ഏറ്റവും മാക്സിമം ഒതുക്കി ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന വയറിങ് കാര്യങ്ങളൊക്കെ മാക്സിമം ഹൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയലത്തെ ആണെങ്കിലും എക്സ്റ്റീരിയലത്തെ ആണെങ്കിലും വയറിങ്ങിന്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. അപ്പം
അപ്പം നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ അതർ സ്റ്റേറ്റ് വണ്ടികൾക്കൊക്കെ ബാക്കിൽ ബെഡ് വേണം. അതേമാതിരി തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ കേരള വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒരു ഡ്രൈവർക്ക് അത്യാവശ്യം കുറച്ച് നേരം വിശ്രമിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിട്ടായാലും ഒരു ബെഡ് ആവശ്യമാണ്. അപ്പൊ അത്യാവശ്യം സീറ്റിംഗ് ആണെങ്കിൽ സീറ്റിംഗ് ഉള്ള രീതിയിലും ഇതിപ്പോ ഹൈറ്റ് മിനിമൽ ആക്കിയിട്ടുള്ളതാണ്. ഇതിപ്പോ ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാൻ പറ്റുന്ന കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവബിൾ ടൈപ്പ് ആണ്. ഇപ്പൊ ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ ബാക്ക് അവിടെ ലോക്ക് ഉണ്ട്, ആ ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ആക്കാനും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി നമുക്ക് ഇരുന്ന് സീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കൺസെപ്റ്റില് നമ്മൾ ബാക്കിലത്തെ സീറ്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ 2 ഫാൻ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബൈ ചാൻസ് വണ്ടി നിർത്തിയിട്ട സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഉറങ്ങുന്ന സമയത്താണെങ്കിലും ഫാൻ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ കിടക്കണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് സബ് ഊഫറൊക്കെ അടിയിലാണ് വെക്കാറുള്ളത്. ഇപ്പൊ ലഗേജ് സ്പേസും കിട്ടും. അതേമാതിരി തന്നെ അതിന് സെപ്പറേറ്റ് ഒരു ക്യാബിനും കൊടുത്തിട്ട് നമ്മളതൊരു നല്ല വൃത്തിക്ക് തന്നെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് ഫ്രണ്ടിലേക്കായിട്ട് നമ്മുടെ അതായത് ലേസർ കൊടുത്തിട്ടുണ്ട്. അത് 5 ടൈപ്പ് ലേസറാണ്. ബോൾ വരുന്നുണ്ട്, അതേമാതിരി തന്നെ ഫ്ലാഷർ വരുന്നുണ്ട്, ലേസറും വരുന്നുണ്ട്. സീറ്റ് എല്ലാ സീറ്റിനും ബാക്കിലേക്ക് വാട്ടർ ബോട്ടിൽ ട്രേ, അതേമാതിരി ഫുഡ് സ്റ്റെപ്പ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് വർക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. പുഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ഉറങ്ങാനാണെങ്കിലും പറ്റണ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ടൈപ്പ് സീറ്റാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് സീറ്റ് അല്ലെങ്കിൽ പല ടൈപ്പ് സീറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്നും നല്ല രീതിയിൽ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സീറ്റിനെ പറ്റി പറയണേ. അതേമാതിരി സൈഡിലാണെന്നുണ്ടെങ്കിലും സ്ക്രീന് കാര്യങ്ങൾ, അതായത് കർട്ടനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേമാതിരത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് കുറച്ചും കൂടി അപ്ഡേഷൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വണ്ടിയിലേക്ക് പരിഗണിക്കാന്നല്ല, നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കൂടുതൽ സജഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇത്ര കാലം ഉണ്ടായ മാതിരി തന്നെ ഇതിനും സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടിനകത്ത് ഇന്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പൊ കസ്റ്റമറുടെ ഈ ഒരു വണ്ടി കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. नमस्कार। ये गाड़ी मैंने लास्ट मंथ में आनंद भाई के पास लाके दी थी। हमने गाड़ी परचेस की थी टोटली शेल में, उसको सीट्स नहीं थी, कुछ भी नहीं थी। शोरूम से लाने के बाद में हमने घर पे भी लेके गए, डायरेक्टली आनंद भाई के पास लाके दे। आनंद भाई के मैंने वीडियोस बहुत सारे देखे थे। मेरा एक फ्रेंड है पाटिल करके, उन्होंने ये गाड़ी यहाँ पे बनाई थी, तो उनके तरफ से मेरे को रेफरेंस आया था कि आप उनके पास जाके गाड़ी बना लो। एंड गाड़ी बनने से पहले हमने जो लाके दी थी टोटली एम्प्टी गाड़ी थी। हम लोग यहाँ पे लेके आए, हमने 2-3 गाड़ियाँ वहाँ पे देखी। वो गाड़ी देखने के बाद रियली आज गाड़ी जब देख रहा हूँ, मेरे साथ में मेरे कलीग्स भी है, हम इतने खुश हुए ये गाड़ी देखने के बाद में। इन्होंने डेली टू डेली वर्क जो होता है वो गाड़ी का वीडियोस हमको व्हाट्सअप आता है। इनकी सर्विस इतनी अच्छी है कि कोई भी बंदा घर पे बैठ के देख सकता है कि मेरे गाड़ी का काम किधर तक आया हुआ है। हम बहुत खुश है। वो खुशी की वजह से हमने दूसरी एक अर्बानिया भी ली थी 14 सीटर। वो अर्बानिया भी हम आते टाइम बॉम्बे से यहाँ पे लेके आए और उनको बनाने के लिए दे दिया। मैं आपको रिक्वेस्ट करूँगा, बॉम्बे रहने दो, महाराष्ट्र रहने दो, ऑल ओवर इंडिया में जितने भी कस्टमर्स है जो टीटी यूज़ करते हैं, अर्बानिया यूज़ करते हैं, उनको मेरी तरफ से एक रिक्वेस्ट रहेगी, आपको अगर गाड़ी का फैब्रिकेशन वर्क करना है तो आप डायरेक्टली आनंद भाई को कांटेक्ट करो, स्पीड लाइन में आ जाओ। आपका गाड़ी का 101% काम एक्यूरेट आपको जैसा चाहिए वैसा बन जाएगा। ओके, थैंक यू। അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു വണ്ടിനകത്ത് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വണ്ടിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ.